അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മോനിട്ട ചെയ്തതായ ഉപദേശത്തെ കൂട്ടത്തിലുള്ള ഉപദേശിക്കട്. യാ ബുനയ്യ മൻ റഹിമ യുർഹം. മോനെ, നിങ്ങൾ ഒരാൾക്ക് കിർഫ ചെയ്യുന്നെങ്കിൽ അള്ളാഹു നമുക്ക് കിർഫ ചെയ്യണം. ഒമയ്യസ്മുത്ത് യസ്ലം. ഒരാൾ മൗനമായിട്ട് എന്നെങ്കിൽ അയാൾ രക്ഷപ്പെടും. ഒമയ്യഫ് അലിൽ ഖൈറ യഗ്നം. ഒരാൾ ഖൈർ ചെയ്യുന്നെങ്കിൽ അയാൾ അതിൽ ധാരാളം പ്രതിഫല ആഖിറത്തിലെടുക്കുക ഉള്ളൂ. ഒമയ്യഫ് അലി ഷർറ യസം. ഒരാൾ ഷർറുടെ ചെയ്യുന്നിട്ടായെങ്കിൽ അതിലെയും അയാൾ കുറ്റ ആഖിറത്തിൽ അയാൾ കിട്ടാണ്ട് പോകുന്നില്ല. ഉമയ്യംലിക് ലിസാനഹു എന്തും. ഒരാൾ തൻ്റെ നാവുടെ കൺട്രോളാക്കുക അയാൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ അയാൾ ജീവിതത്തെ ഓരോ ഹന്തത്തിലും ഖേദിക്കേണ്ടി വന്നു. ഇങ്ങനൊരു നല്ല ഒരു സാരവത്തായ ഉപദേശമായിട്ടേക്ക് തൻ്റെ മോണ്ടൊട്ട ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ ഉപദേശിച്ചത്. അതിലൊന്നായിട്ട് ഞങ്ങൾ ആർക്കെങ്കിലും കിർഫ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുടെ കിർഫ കിട്ടും. ഞങ്ങൾ ബേരങ്ങളെ സംബന്ധിച്ചിട്ട് ബേത്ത കത്തൽ ഞങ്ങൾക്ക് വേണം. പാവ ഇങ്ങനെ കഷ്ടത്തിലുണ്ടല്ലേ, ഞങ്ങൾ എന്തെങ്കിലും മേലേക്ക് ഹെൽപ്പ് ആക്കോളൂ, ഞങ്ങൾ അവിടെ ഹെൽപ്പ് ഞങ്ങൾ ആക്കണോ ചിലർ ആ ഒരു ഭാവന ഞങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടിത്തായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിട്ട് അള്ളാഹു അങ്ങനത്തെ ഭാവന പണ്ട് ഞങ്ങൾ ഹെൽപ്പ് ആക്കുമ്പോൾ അള്ളാഹുടെ ഭാഗത്തുള്ള ഹെൽപ്പ് ഉണ്ടാവും. വല്ലാഹു ഫി ഔനിൽ ഹക്കി വല്ലാഹു ഫി ഔനി അബ്ദിഹി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹിണ്ട്. പിന്നെ നമുക്ക് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഹെൽപ്പ് ആക്കുക ഭർത്താവെങ്കിൽ ഞങ്ങളെ ഹെൽപ്പ് അള്ളാഹു ഉണ്ടാവണം. അള്ളാഹു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ പിന്നെ ആരെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യവും വേണ്ടില്ല. അതുപോലെ ഒരാൾ മൗനം പാലിച്ചെങ്കിൽ അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മൗനിയായിട്ടിക്കട് വലിയൊരു പിന്നെ ഒരു നല്ല സ്വഭാവമായിട്ടിക്കട് മാത്തു പിന്നെ ಬೆಳ್ಳಿಯಾದರೆ മൗന ಬಂಗಾರಂಟು ನಾನು കേട്ടു. അപ്പോൾ പലക്ക വരെയും നല്ല തേരുന്ന ഒരാളായിട്ട് പോയത്. പക്ഷേ അതിനാണ്ടി യാറെ ഹൈർ ബല മൗനത്തിലായിട്ട് ഒരാൾ യാറെ മൗനം ഉണ്ടായെങ്കിൽ അയാൾക്ക് അള്ളാഹുടെ ഭാഗത്തുള്ള ഹിക്മത്ത് നൽകപ്പെട്ടിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പോൾ മൗന ജാനായിട്ടിക്കട എല്ലാ വിഷയത്തിലും മൗന പാലിക്കടേ. ഞങ്ങളെ പോലത്തെ എന്താക്കണമെങ്കിൽ എല്ലാ വിഷയത്തിലും ഞങ്ങൾ ഇടപെട്ടിട്ടാകുമ്പോൾ പല അനാവശ്യങ്ങളുണ്ട്, പല നിലക്കുള്ള വേണ്ടത്തെല്ലാം ബായാലും ഉണ്ട്, അവിടെ എന്തെല്ലാം ബെടക്കായി പോകുന്നുണ്ട്. അത് രണ്ട് മൗന യാറ വഹിക്കുന്നതായിരിക്കും ഹൈർ. ദുനിയാവിൽ പലതും നടന്നുകൊണ്ടിരിക്കട്, അതൊക്കെല്ലാം ഞങ്ങൾ ഇടപെട്ടെങ്കിൽ ഞങ്ങളുമേ അത് എന്താക്കട് ടെൻഷനൊക്കെ തള്ളിട്. ഒമയ്യഫ് അലിൽ ഖൈറ യഗ്നം. ഒരാൾ ഖൈർ ചെയ്യുന്നെങ്കിൽ അതിലെ ധാരാളം ഗനീമത്തായിട്ട് അല്ലെങ്കിൽ ആഖിറത്തിൽ അതിലെ പ്രയോജനപ്പെടുകയുള്ളൂ. ഒമയ്യഫ് പിന്നെ ഒമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യനാശിത്തല്ല ഖുർആനിൽ. ഒരു മിസ്കാൽ കതിറത്ര ഒരു ചെറിയൊരു അനുഗാത്രത്ര ഞങ്ങൾ ചെയ്തതായ നന്മ അതിക്ക് ഞങ്ങൾ പ്രതിഫലം കാണാണ്ട് പോകണ്ടില്ല. അതുപോലെ ഒമയ്യഫ് അലി ഷർറ യസം. ഒരാൾ പിന്നെ ചെറിയൊരു ഷർദ് ചെയ്യുന്നെങ്കിലും അയാളത് അതിൽ കുറ്റയാൽ ഏറ്റു വാങ്ങേണ്ടി ഉണ്ട്. അപ്പോൾ ഷർറും ഹൈറും പ്രത്യേക ഹന്തത്തിലും നിങ്ങൾ ജാഗ്രത വയ്ക്കേണ്ടി ഉണ്ട്. ഹൈർക്ക് യാറെ നിങ്ങൾ ഒത്തു കൊടുക്കണം. കാരണം ഒരു ചെറിയൊരു ഹൈർ ചെയ്യുന്നെങ്കിലും അതൊക്കെ നമുക്ക് അള്ളാഹു ആഖിറത്തിൽ പ്രതിഫലത്തണ്ടല്ലേ. അതങ്ങനെ പായായിട്ട് പോകണില്ല, വേസ്റ്റായിട്ട് പോകണില്ല. അതുപോലെ ഷർറിൻ്റെ വിഷയത്തിൽ ജാഗ്രത ആക്കണം. ഷർറുമായിട്ട് ഞങ്ങൾ ഇടകയറുമ്പോൾ അതിലും പിന്നെ കുറ്റം നമുക്ക് കിട്ടാണ്ട് പോകണില്ല. അപ്പോൾ ഹൈറ അഹൽക്കാരായിട്ട് ജീവിക്കുക പ്രയത്നമാക്കണം. ഒമയ്യംലിക് ലിസാനഹു എന്തും. ഒരാൾ തൻ്റെ നാവിടെ കൺട്രോളാക്കുക അയാൾ തിരഞ്ഞില്ലെങ്കിൽ അയാളെല്ലാം ജീവിതത്തെ ഓരോ ഹന്തത്തിലും മെലക്കിയതിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വീക്ക്നെസ്സായിട്ട് നാവിടെ കൺട്രോളാക്കുക തരില്ല. അതിൽ ആചാറും മൈലാറും എല്ലാവരും പെട്ടാറ് അങ്ങനെ വലിയ വീക്ക്നെസ്സായിട്ട് പോകേണ്ടത്. നാവ് കൺട്രോൾ നിൽക്കില്ല, ബാക്കിയെല്ലാം ഓക്കെ. അപ്പോൾ നാവിടെ കൺട്രോൾ ആക്കണം.
ഗീബത്തും നമീമത്തും പ്രത്യഹന്തത്തിലും ഞങ്ങളെ ചൊല്ലവും ഇബ്ലീസ് നാവടെ കൊണ്ട് പ്രേരിപ്പിക്കണം. അപ്പെല്ലാം ഞങ്ങൾ എന്താ ആ വിഷയത്തിൽ ഭാരി ജാഗ്രത ആവണോട്. ഒരാലിമിനോട്ട് ഒരാൾ ഇന്നൊരു മനുഷ്യരെ ഒരു ഗീബത്തുമായിട്ട് വന്ന് ചെന്നപ്പോൾ അപ്പോൾ ആലിമ് ചെന്നത്തുള്ള ഞാനിപ്പോൾ എന്തില്ലേ ನಾನು ಪ್ಯೂರ್ ವೆಜಿಟೇರಿಯನ್ ಆಯ್ತು ಈ ಕಡೆ ನಾನು ನಾನ್ ವೆಜ್ ಎಲ್ಲ ಬಿಟ್ಟರೆ ಚೆಂತಿಲ್ಲ. ನಾನ್ ವೆಜ್ ಆಯ್ತು ಈ ಕಡೆ ಇറച്ചി ತಿನ್ನೋದು. അപ്പോൾ നോൺ വെജ് അല്ല ഇപ്പം ഞാൻ ഫുൾ വെജിറ്റേറിയൻ ആയിട്ട് ഞാൻ ജീവിക്കോ തുടങ്ങിയിട്ട് അയാൾ ചെന്നില്ല. അപ്പോൾ അതായിട്ട് ഉത്തര ഞങ്ങൾ ഒരാൾ വന്നിട്ട് നിങ്ങൾ ഗീബത്ത് ചെയ്യുമെന്ന് ചൊല്ലുമ്പോൾ ഞങ്ങൾ പിന്നെയും അതൊക്കെ കൂട്ടിയിട്ടായി ഞങ്ങൾക്ക് പിന്നെയും ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആരെങ്കിലും നിങ്ങൾ ചൊല്ലുമ്പോൾ ഞങ്ങൾ ഏറ്റവും നല്ല പാലക്കായിട്ടിക്കട് ഞങ്ങൾ തിരിച്ച് ചെയ്യേണ്ടത് എന്തിനെ അള്ളാഹു അയാൾക്ക് പുറത്ത് കൊടുക്കട്ടെ ചൊല്ലതായിട്ട് കിട്ടും. ആരെങ്കിലും അങ്ങോട്ട് ഒരുപാട് വിഷയം വന്ന് ചെന്നപ്പോൾ അതിലങ്ങനെ ആക്കിത്താ ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് ഏറെ കൂടുതലല്ലേ, പിന്നെ ഗീബത്ത് ഏറെ ചെല്ലാറ്. അതുകൊണ്ടും നമുക്ക് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നിങ്ങൾ അതിലങ്ങനെ ആക്കിത്താ അള്ളാഹു അയാൾക്ക് പുറത്ത് കൊടുക്കട്ടെ എന്നിട്ട് ചെല്ലാം. അള്ളാഹു അയാൾക്ക് പുറത്ത് കൊടുക്കട്ടെ പക്ഷെ നിങ്ങൾ ദോഷം ആറിലും ഉണ്ടാവല്ലേ, പിന്നെ ആയാലും ഉണ്ടായിട്ട് നാളെ നണ്ടിലും ഉണ്ടാവാം. ഇബ്ലീസ് എല്ലാവരുടെ അപ്പോൾ ആറ് കൂടെ എന്ത് ദോഷം ചെയ്യുന്നെങ്കിലും അതെല്ലാം പിന്നെ ഒരാളിലുള്ള ആളും ഉണ്ടാവേണ്ടതേക്കില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഞങ്ങൾ ചെന്നെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മറുപടി അയാൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ, ഞങ്ങൾ അള്ളാഹു സലാമത്താക്കട്ടെ അത്ര തൊട്ടും ചെന്നിട്ട് ഞങ്ങൾ എന്താക്കുക രക്ഷപ്പെടണമല്ലാണ്ട് അവിടെ പിന്നെ അത് കൂട്ടിയിട്ടാണെങ്കിൽ പിന്നെ യാറായിട്ട് പോകണ്ടു. ചിലപ്പോൾ ഈ ദോഷം ചെയ്യുന്ന ആൾ ഖേദിച്ചിട്ട് അള്ളാഹോട്ട് ഖേദിച്ച് മടങ്ങിയിട്ട് നല്ല ആളായിട്ട് തീർത്തിക്കും. പക്ഷെ നാളെ പോലെ തന്നെ പിന്നെയും അതിലിങ്ങനെ ചെന്നിട്ട് ഞങ്ങൾ എന്താ അവിടെ അതിലെ ദോഷത്തിന് ഞങ്ങൾ ഏറ്റുവാങ്ങണം. അപ്പോൾ അത് വലിയൊരു പിന്നെ ഇബ്ലീസ് ഞങ്ങളെ പിന്നെ ഹലാക്ക് തള്ളിടതായ ഒരു സ്വഭാവമായിട്ട് ഈ ഗീബത്ത് പോലത്തെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സൂക്ഷിക്കണ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അല്ലാഹു പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു